ഇതിപ്പം ആള് കൂട്ടേണ്ട വിഷയമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം സാർ വീണ്ടും കുഴഞ്ഞു സംസാരിക്കില്ല. ആദ്യം ഡിസിഷൻ എടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണോ? കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സിനിമാ നടന്മാരെ വേണ്ട, അതുപോലെ തന്നെ എന്താണ് ഈ സ്പോർട്സ്മാൻ, അങ്ങനെ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇത്തരം ആളുകളെല്ലാം പെൺകുട്ടികൾ വിട്ടിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടികളെല്ലാം വേറൊരാളുടെ പുറകെയാണ്. എനിക്ക് തോന്നുന്നു ധന്യ വരെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ ID എടുത്ത് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. എന്തായാലും ധന്യപ്പോലുള്ള പെൺകുട്ടികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധികമാരായി മാറിയിരിക്കുന്നു എന്നുള്ളതും അറിയാം. എന്നാൽ ധന്യ തന്നെ പറയും, എന്താണ് അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, എന്താണ് പ്രത്യേകത, നിങ്ങൾ പെൺകുട്ടികൾക്ക് എന്താണ് ഇത്രയധികം അദ്ദേഹത്തെ പിടിച്ചത്? ഞാൻ അദ്ദേഹത്തിന് ഇൻസ്റ്റാ ID തപ്പിയിട്ടില്ല, തപ്പണം, പക്ഷെ നിലവിൽ തപ്പിയിട്ടില്ല. അതെ, അത് നമുക്കറിയാം, പറഞ്ഞോളൂ. വാർത്ത പറഞ്ഞൊരു കാര്യം സത്യമാണ്. എന്റെ പൊന്ന് സാറേ, കണ്ണുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. സമാധിയൊക്കെ അവിടെ നിന്നോട്ടെ, അതൊക്കെ പൊളിച്ചോ നിങ്ങള്, അതൊക്കെ നിങ്ങൾ തകർത്ത് അന്വേഷണം നടത്തിക്കോ, പോസ്റ്റ്മോർട്ടം ചെയ്തോ, കൊലപാതകമാണോ സ്വാഭാവിക മരണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഒരു ഐ ലവ് യു പറയണം, അപ്പൊ അത് നടക്കുമോ എന്നാണ് കേരളത്തിലെ പെൺകുട്ടികൾ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ സാധാരണ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ കോഴികളല്ലേ വിളിക്കുക, കോഴി ചങ്കുകളെന്നൊക്കെ. ഇപ്പോ ഈ തിരുവനന്തപുരം കളക്ടറായ OV ആൽഫ്രഡിന്റെ പുറകെയാണ് കോഴി ചങ്കുകളായ പെൺകുട്ടികൾ. അങ്ങനെ നമ്മൾ തമാശക്ക് പറയുന്നത്, പക്ഷെ അല്ല. കളക്ടർ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് കളക്ടർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതിന് ശേഷം ആരാണ് ഈ സുന്ദരൻ, ഈ സുന്ദരന്റെ ഇൻസ്റ്റ ID എന്താണ്, ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, ഈ വരുന്ന കമന്റ് മുഴുവൻ, ഈ കളക്ടറുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് അടിയിൽ വരുന്ന കമന്റ് മുഴുവൻ ഞങ്ങൾക്ക് കളക്ടറുടെ പിന്നെ ഇൻസ്റ്റ ID തരൂ, കളക്ടറെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരൂ, കളക്ടറുടെ ഫോൺ നമ്പർ തരൂ, കളക്ടറെ ഞങ്ങൾക്ക് വിളിക്കണം. എന്ന് വെച്ചാൽ ഇത്രയും മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന സുന്ദരനായ, കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല മൃദുഭാഷ, അത് പറഞ്ഞ നാട്ടുകാർ അംഗീകരിക്കും എന്തോ ഭർത്ത, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല. നാട്ടുകാർ അല്ല, മൃത സംഭാഷണ പ്രിയനായ, മൃത രീതിയിൽ സംഭാഷണം നടത്തുന്ന, എന്നുവെച്ചാൽ അത്രയും സാഹിത്യം, അല്ലെങ്കിൽ അത് ആ വാക്കൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല, നല്ല ഭാഷയിൽ, നല്ല നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ, ആ ഭാഷ കേട്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള ഒരു എന്താ വർണ്ണിച്ചാലും തീരാത്ത ഒരു പിന്നെ കളക്ടർക്ക് സിനിമയിൽ കൂടെ എന്നൊക്കെ പല കമന്റുകളും വരുന്നുണ്ട്. പൃഥ്വിരാജൊക്കെ എന്തുവാ കളക്ടറാണ്, പിന്നെ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറെ കമന്റുകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ കളക്ടർ ആളെ ചില്ലറക്കാരനൊന്നുമല്ല. കളക്ടർ ഈ ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ള, പിന്നെ കുറേ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ കളക്ടർ OV ആൽഫ്രഡ് എന്ന് പറയുന്നത്. ആൽഫ്രഡ് 2022 IAS എന്ന സ്വപ്നം നേടിയെടുക്കുന്നത്. അതിനു മുൻപുള്ള വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ 310ാം റാങ്ക് നേടിയ ആൽഫ്രഡിന് പോസ്റ്റൽ സർവീസിൽ നിയമനം കിട്ടിയതാണ്. എന്നാൽ വലിയ ലക്ഷ്യത്തിലേക്കുള്ള കഠിന അധ്വാനം തുടരാനായിരുന്നു ആൽഫ്രഡിന്റെ തീരുമാനം. അങ്ങനെ 2022 ഈ കണ്ണൂരുകാരൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് സ്വന്തമാക്കി. അപ്പൊ കണ്ണൂരിലുള്ളവർക്കൊക്കെ സന്തോഷിക്കാം, പക്ഷെ പറ്റില്ല, ഞങ്ങൾ തിരുവനന്തപുരംകാർക്കാണ് കളക്ടറെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണൂരിലേക്ക് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. സൈബർ ലോകത്ത് ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വൈറലാകുന്നത് ആദ്യമായല്ല. കേരള കേഡറിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി എത്തിയ മെറിൻ ജോസഫ് ഇതുപോലെ വൈറലായി മാറിയിരുന്നു. യതീഷ് ചന്ദ്ര, ദിവ്യ S അയ്യർ തുടങ്ങിയവരും ഇത്തരത്തിൽ സോഷ്യൽ ലോകത്ത് വലിയ ചർച്ചയായവരാണ്. എന്തായാലും കളക്ടറുടെ എന്താ പറയുക, ഈ ചില സാഹചര്യങ്ങൾ നാട്ടുകാരൊക്കെ കൂടുമ്പോൾ പ്രായം കുറഞ്ഞ കളക്ടറാണ്. 2022 അദ്ദേഹം IAS എടുത്ത് അദ്ദേഹം അതിലേക്ക് എത്തിയത്. വളരെ വലിയ പ്രായമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പലരും കളക്ടറെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഞാൻ കണ്ടായിരുന്നു. കളക്ടറുടെ അപ്പോഴത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൽ ശരിയായില്ല, നേരത്തെ നോട്ടീസ് നൽകാതെയാണ് അവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തെ പലരും വിമർശിക്കുന്നത് ഞാൻ കണ്ടു. ചിലപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയായിരിക്കാം. ഇവർക്ക് നേരത്തെ ഈ സമാധിയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അന്വേഷണത്തിന് വരുന്നുണ്ട്, നിങ്ങൾ അതിന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് നൽകാം. അതുമായി ബന്ധപ്പെട്ട് പലരുമായി ചർച്ചകൾ നടത്താം. ഇദ്ദേഹം RDOയുമായി ചർച്ചകൾ പിന്നീടാണ് നടത്തിയെന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ
വളരെ മതസ്പർദ്ധ ഉണ്ടാക്കി വലിയ പിന്നെ വിഷയത്തിലേക്ക് പോവേണ്ട ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമായിരുന്നു ഈ നെയ്യാറ്റിൻകരയുടെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു ഭാഗത്ത് ഒരു മതവിഭാഗം, മറ്റൊരു ഭാഗത്ത് വേറൊരു മതവിഭാഗം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ, നമ്മളത് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, മറുഭാഗത്ത് ഹിന്ദുക്കൾ. ഇതിൽ ഹിന്ദുക്കൾ തന്നെ പലരും മുസ്ലിം സമുദായത്തോടൊപ്പമാണ്, മുസ്ലിം സമുദായത്തിലുള്ള പലരും ഹിന്ദു സമുദായത്തോടൊപ്പവുമാണ്. അപ്പോൾ സമാധി പൊളിക്കണം എന്ന്, അത് പൊളിച്ച് ഗോവൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത എന്താണെന്ന് അറിയണം എന്ന് പലരും പറയുന്നു. അപ്പോൾ ഇത് ഹിന്ദുക്കളുടെ ആചാരത്തെ തകർക്കുന്നതാണ്, ഹിന്ദുക്കളുടെ നെഞ്ചത്താർക്കും കുതിര കയറാൻ കഴിയുന്ന രീതിയാണ്, ഇവിടെ മുസ്ലിംസാണ് കൂടുതലുള്ളത്, അവർ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു എന്ന് ഗോവൻ സ്വാമിയുടെ വീട്ടുകാർ തന്നെ പറഞ്ഞു. അങ്ങനെ വളരെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വളരെ സൗമ്യനായിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ പക്വതയോടെ, പിന്നെ ഇപ്പോൾ പലരും ചോദിക്കും അദ്ദേഹം ഒരു കളക്ടറാണ്, അതുകൊണ്ട് പിന്നെ അദ്ദേഹം അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ മനുഷ്യനാണ്, കളക്ടറും ഒരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ പൊട്ടിത്തെറികൾ സംഭവിക്കാം, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകളൊക്കെ ഒന്ന് ഉച്ചത്തിലാവാം. ഞാൻ കളക്ടറാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കാര്യം ചെയ്തിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് അന്ന് ആ ഭാഗത്ത് അദ്ദേഹം ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നനെ. ഇപ്പോൾ പലരും ചോദിക്കുന്നു, കുറേ പോലീസുകാരെ കൊണ്ടുവന്ന് കുടുംബത്തെ കരുതൽ തടങ്കിലാക്കിയിട്ട് പിന്നെ കളക്ടർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല. അതിനപ്പുറം അദ്ദേഹം ചിന്തിച്ചത് എന്താ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമൂഹത്തെ, ഇത് ജാതിയുടെ മതത്തിൻ്റെയോ പേരിൽ സമൂഹത്തെ വേർതിരിക്കാതെ, സമൂഹത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇത് വളരെ സൗമ്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കണം. അതുകൊണ്ട് അദ്ദേഹം സമയം ചോദിച്ചു, സമയം പറഞ്ഞു. ഇന്ന് വളരെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ല, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായില്ല, പല ഹിന്ദു സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായില്ല. സമാധി പൊളിച്ചു, മൃതദേഹം എടുത്തു, മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ആന്തരികാവയവങ്ങളുടെ പരിശോധന. അപ്പോൾ കളക്ടർ അവിടെ കൃത്യമായി, ഒരു ജില്ലയുടെ ഭരണാധികാരിയാണ് കളക്ടർ എന്ന് പറയുന്നയാൾ, അദ്ദേഹം കൃത്യമായി അവിടെ, അദ്ദേഹം സബ് കളക്ടറാണ്, ഓക്കെ, എങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി അവിടെ എന്താ പറയുക നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ കൃത്യമായി വളരെ സ്മൂത്തായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയത് എന്നുള്ളത്. അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് തന്നെ, അതായത് ഈ ഞാനിപ്പോൾ സബ് കളക്ടറാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മിക്കവാറും ഇടപെടുകാരാണ് ജില്ലാ കളക്ടറാണ് ഇടപെടുക. ആ ജില്ലാ കളക്ടർ നേരിട്ട് അവിടെ എത്തുകയും അവരെ സഹായിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് കളക്ടർമാരുണ്ടാവും, സബ് കളക്ടർമാരുണ്ടാവും, അങ്ങനെ പല ആളുകളുണ്ടാവും. പക്ഷെ ഇവിടെ കേന്ദ്രീകരിച്ച് നിന്നത് ഒരു സബ് കളക്ടറാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ RDOമാരുണ്ട്, മറ്റുദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മാത്രം കളക്ടർ അവിടെ അയക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം, അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ കളക്ടർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ അത്തരമൊരു സെൻസിറ്റീവ്, അതായത് ഇത്രയധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത, ഇത്രയധികം ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ പ്രശ്നമാകുന്ന ഒരു സ്ഥലത്തേക്ക്, അതൊരു വർഗീയ പ്രശ്നമായിട്ട് വരെ, കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് വരെ പോകാവുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ സബ് കളക്ടറെ പറഞ്ഞയച്ചതിലെ ഗുട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പോലൊരാൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് ജില്ലാ കളക്ടർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാവിയിലെ IAS ജീവിതത്തിൽ അത് ഏറെ ഗുണകരമാകുമെന്ന് മാത്രവുമല്ല, ഒരു ജില്ലയുടെ കളക്ടറായിട്ട്, ഏത് ജില്ലയുടെ കളക്ടറായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ പോലും ആ ജില്ലക്കാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ IAS ലൈഫിനും അത് എത്രയോ അധികം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക്, മെച്ചമുള്ള രീതിയിലേക്ക് ഒരു മികച്ച IAS ഓഫീസറെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതിൻ്റെ എന്താണ് സൂചന കൂടി നമുക്കിതിലൂടെ ലഭിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരാധികമാരായിട്ടുള്ള പെൺപിള്ളേർക്ക് എന്താണ് ആരാധികമാർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഭാഗം കൂടിയാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 കമന്റുകള് നമ്മുടെ കണ്ണൂർക്കാരൻ മനോരമ കേരളത്തിലെ എല്ലാ പിടക്കോഴികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു, ആരും തിരയേണ്ട, റൂട്ട് മാപ്പ് ഞങ്ങൾ തരാം, നല്ല പക്വത, നല്ല ക്ഷമ, ഉയരങ്ങളിലെത്തട്ടെ, നാണമില്ലേ മാധ്യമങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ജോഡിയോടുള്ള അർപ്പണബോധമോ കാര്യങ്ങൾ വൃത്തിയായി കൈകാര്യം ചെയ്തതിലും മിടുക്കമല്ല നിങ്ങളുടെ കണ്ണിൽ ഒരു വാർത്തയായി തോന്നിയത് അയാളുടെ ഭാഗ്യ സൗന്ദര്യം മാത്രമാണ്. ഈ സൗന്ദര്യത്തിൻ്റെ അളവുകോലായി നിങ്ങളൊക്കെ എന്താണ് കണക്കാക്കുന്നത്? തീർച്ചയായും നിറം തന്നെ ആയിരിക്കും അല്ലേ?
വാർത്താ ദാരിദ്ര്യം, സുന്ദരൻ സുന്ദരികളുടെ കാര്യം പറയാൻ ഇത് സിനിമയല്ല, എത്രയോ സുന്ദരി സുന്ദരന്മാർ എല്ലാ മേഖലകളിലുമുണ്ട്. ഇന്നലെ ഒരു പെൺകുട്ടി നിറത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, എന്നിട്ട് ഘോരം കമൻ്റ് അതിൻ്റെ ന്യൂസ്. ഇന്ന് ഇതേ മാധ്യമം തന്നെ കളക്ടറിൻ്റെ വെളുപ്പിനെ കുറിച്ച് വാർത്ത. ഇങ്ങനെയൊക്കെ നിൽക്കുന്നിടത്തോളം ഈ ചിന്താഗതി മാറാൻ പോകുന്നില്ല. ഇപ്പോഴും നിറവും മുഖവും തിരയുന്നു എന്നതിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവ്? അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പാർത്ഥം പറഞ്ഞ, നിറവും ഗുണവും ഇതും ബാഹ്യ സൗന്ദര്യമൊന്നും അല്ല ആളുകൾക്ക് അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പോലും പലർക്കും അറിയില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹത്തെ തിരിഞ്ഞ് അദ്ദേഹം ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്ത രീതിയാണ് പലരും അംഗീകരിച്ചത്, അഭിനന്ദിക്കുന്നത്, അദ്ദേഹത്തെ തിരയാനുള്ള കാരണം. അല്ലാതെ OV ആൽഫ്രഡ് എന്ന് പറയുന്ന സബ് കളക്ടറുടെ സൗന്ദര്യമോ കുടുംബ മഹിമയോ അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അതൊന്നും ആർക്കും അറിയേണ്ട കാര്യവുമില്ല. അത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നോക്കിക്കോളും. അദ്ദേഹത്തിന്റെ വിവാഹിതനല്ല എങ്കിൽ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വരുന്ന പെൺകുട്ടി നോക്കിക്കോളും. അല്ല, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതില് സൗന്ദര്യം ഒരു ഘടകമായി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ അല്ല എന്ന് പറയാനും കഴിയില്ല. കാരണം സൗന്ദര്യത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു ജെന്റിൽമാൻ ഫീൽ, ഒരു എന്താണ്, ഒരു ക്യാമറ ലുക്കും ഒക്കെ ഇതിലൊരു ഘടകമായി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഇരവാദം മുഴക്കുക, അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ അല്ലെങ്കിൽ നിറത്തിൻ്റെ ഒക്കെ പേരിലേക്ക് എന്തിനേയും അങ്ങ് വലിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊന്നും ശരിയായ കാര്യമില്ല. കാരണം ഇവിടെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ സൽമാൻ ഖാനും ഈ പറഞ്ഞ ഷാരൂഖ് ഖാനും ഒക്കെ എന്തിൻ്റെ പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത്? നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ബോഡിയുടെയും ഒക്കെ പേര് തന്നെയാണ്. ഹണി റോസിൻ്റെ സൗന്ദര്യം അവർക്ക് എവിടെയും പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തന്നെ ഈ രീതിയിൽ പറയും. കളക്ടർ ചില്ലാണ്.